പ്രധാനപ്പെട്ട കാര്യം, സണ്ണി ജോസഫ് ഒഴിയുന്നതോടെ ആരാവും പുതിയ KPCCയുടെ അധ്യക്ഷൻ? പല സാധ്യതകളും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി എന്നീ പേരുകൾക്കാണ് കൂടുതൽ സാധ്യത പറയുന്നത്. ഇതിനിടെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് ചാണ്ടി ഉമ്മനും അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന ചില ഫ്ലെക്സ് ബോർഡുകളാണ് ഇന്ന് KPCC ഓഫീസിന് സമീപത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഉയർന്ന സാധ്യതകളും ചർച്ചകളും ഇങ്ങനെയാണ്. ഒന്ന്, KPCCയുടെ പുതിയ അധ്യക്ഷ പദവിയിലേക്ക് ആര് വരുമെന്ന ചോദ്യത്തിന് ഉത്തരം നിലവിൽ മുഖ്യമന്ത്രി ഒരു ഹിന്ദു സമുദായ അംഗമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായ അംഗം KPCCയുടെ അധ്യക്ഷനായി വരട്ടെ. ഇതായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമവാക്യം. അതുകൊണ്ട് തന്നെ അവിടെ പരിഗണിക്കപ്പെടുന്ന പേരുകൾ കൂടുതൽ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണിക്ക് വരും. അതല്ല, മറ്റൊരു ദളിത് മുഖമടക്കം പരിഗണിക്കപ്പെടുമ്പോൾ അവിടെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ ഒരു പുതിയ നീക്കം നടത്തുന്നുണ്ടോ എന്ന നീക്കം കൂടി വരുന്നത്. ഇന്ന് KPCC ഓഫീസിന് മുന്നിലാണ് ചാണ്ടി ഉമ്മൻ കോൺഗ്രസിനെ നയിക്കും എന്ന രീതിയിലുള്ള ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ചാണ്ടി ഉമ്മൻ്റെ മന്ത്രിസഭാ സ്ഥാനം കിട്ടാതെ വന്നതോടുകൂടി ചാണ്ടി ഉമ്മൻ പുതിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദ നീക്കം നടത്തിയോ എന്നതാണ്. എന്നാൽ ഇന്ന് പുതുപ്പള്ളി പള്ളിയിലെത്തി തൻ്റെ പിതാവിൻ്റെ കല്ലറയിലെത്തിയ ചാണ്ടി ഉമ്മൻ ഈ ആക്ഷേപങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. തനിക്ക് അത്തരം മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളാണ് പറഞ്ഞത്. വളരെ വൈകാരികമായിട്ടാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ടും മറ്റുമാണ് ചാണ്ടി ഉമ്മൻ ആ കല്ലറയിലെത്തിയത്. അവിടെ മണ്ഡലത്തിലേക്ക് എത്തിയ ചാണ്ടി ഉമ്മന് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിനിടയിലായിരുന്നു ഇത്തരം ചില നീക്കങ്ങൾ കൂടി അവിടെ ഉണ്ടായത്. ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, KPCCയുടെ അധ്യക്ഷ പദവി സംബന്ധിച്ച് ചർച്ച അവിടെ നിൽക്കട്ടെ. ചാണ്ടി ഉമ്മൻ, മന്ത്രിസ്ഥാനം കിട്ടാത്ത ചാണ്ടി ഉമ്മൻ ഇനി എന്താ എന്ന ചോദ്യമുണ്ട്. അവിടെ KPCCയുടെ അധ്യക്ഷ പദവി ചാണ്ടി ഉമ്മൻ സ്വപ്നം കാണുന്നുണ്ടാകുമോ, ആഗ്രഹിക്കുന്നുണ്ടാകുമോ? അത്തരം ചില സൂചനകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സജിത്ത്, KPCC അധ്യക്ഷ പദവി എന്നതിനപ്പുറം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ചില തെളിവുകളാണ്. പ്രത്യേകിച്ച് ചാണ്ടി ഇത് ആദ്യമായല്ല നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ, MLA ഇതിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ വളരെ വൈകാരികമായിരുന്നു. ഈ കല്ലറയിൽ ഇരുന്നു കൊണ്ട് കരയുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി അദ്ദേഹം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങൾ ആണ് തന്നെ അപമാനിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചാണ്ടി ഉമ്മനും മന്ത്രിസ്ഥാനം VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ചർച്ചകളിലേക്ക് എത്തിയതോടുകൂടി ഇതിൽ ഫലത്തിൽ ചാണ്ടിയെ പരിപൂർണമായും അവഗണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പ്രത്യേകിച്ച് VD സതീശനും ഒപ്പം നിന്നില്ല, KC വേണുഗോപാലും നിന്നില്ല. ഒരു ഘട്ടത്തിൽ ചർച്ചകളിൽ ഉമ്മൻചാണ്ടിയുടെ സ്മരണ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി എന്നുള്ള ഫാക്ടർ, ഉമ്മൻചാണ്ടിയുടെ ഒരു കുടുംബത്തിലെ ഒരു പ്രതിനിധിക്കൊരു മന്ത്രിസഭയിൽ സ്ഥാനം നൽകണ്ടേ എന്ന ചോദ്യത്തിന് VD സതീശൻ ചിലരോടെങ്കിലും അവിടെ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഫാക്ടർ ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അങ്ങനെ കൂടി പറഞ്ഞതോടുകൂടിയാണ് ചാണ്ടി ഉമ്മൻ അതൊരു വലിയ ദുഃഖത്തിലേക്ക് പോയത് എന്നാണ് ആ ചർച്ചകളിൽ പങ്കെടുത്ത ആ സ്ഥലത്തുണ്ടായിരുന്നവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് നമുക്കറിയാം AK ആന്റണിയെയും ഒക്കെ കണ്ടു. അത് സ്വാഭാവികമായിട്ടും AK ആന്റണിയും ചാണ്ടിക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ AK ആന്റണിക്കും കടുത്ത രോഷമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിക്കും സമാനമായ രീതിയിൽ ചാണ്ടിക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്ന നിലപാടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഫലത്തിൽ അപമാനിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കുടുംബം എന്നൊരു വികാരം ഇന്നിവിടെ വലിയ സ്വീകരണമായിരുന്നു. പുതുപ്പള്ളിയിൽ നിരവധി ആളുകൾ ചാണ്ടിയെ കാണാനെത്തുകയും ഹാരമണിയിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനൊടുവിലാണ് ചാണ്ടി കല്ലറയിലെത്തി പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴാണ് വിതുമ്പിക്കരിഞ്ഞത്. എന്തായാലും പരിപൂർണമായ ഒരു അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രതീക്ഷിക്കാത്തൊരു അവഗണന. അത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കാത്ത കൊണ്ടാണോ എന്ന ചോദ്യത്തിന് താൻ ഒരു കാലത്തും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടില്ല. അത് പിതാവുള്ളപ്പോൾ പോലും ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് പറയുന്നു. ഫലത്തിൽ എല്ലാ ഗ്രൂപ്പും കഴിഞ്ഞതാണ് ചാണ്ടിക്ക് ദോഷമായി മാറിയതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഫലത്തിൽ അത് ഏതാണ്ട് ശരിവെക്കുകയാണ് ചാണ്ടിയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നാളെയും താൻ ഗ്രൂപ്പിലേക്കില്ല, ഇതുവരെ ഇല്ല, താൻ ഇന്നും കോൺഗ്രസ് ആയിരിക്കും, അത് രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്ന കോൺഗ്രസ് ആയിരിക്കുമെന്ന നിലപാട് പറഞ്ഞുകൊണ്ട് തൻ്റെ ചരിത്രം പറയുകയാണ് ചാണ്ടി ഇന്നിവിടെ ചെയ്തത്. സജിത്ത്, എന്താണ് ചാണ്ടി ഉമ്മൻ്റെ തുടർ നീക്കം എന്നത് പ്രസക്തമാണ്. ഇന്നലെ ചാണ്ടി ഉമ്മനെ ഞങ്ങൾ കാണുമ്പോഴും ചാണ്ടി ഉമ്മൻ തനിക്ക് മന്ത്രിമോഹമില്ല, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ നമുക്കറിയാം പൊളിറ്റീഷ്യൻസിൻ്റെ നിലപാടുകൾ പൊതുവിൽ അങ്ങനെയാണ്. പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.